നമ്മളെ കുട്ടികളൊക്കെ ചിലരൊക്കെ മുടിയൊക്കെ വളർത്തും, താടിയൊക്കെ വളർത്തും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വളർത്തുമ്പോൾ നല്ല മട്ടത്തിന് വളർത്തണം. മുടിയൊക്കെ നല്ല ചീകണം, എണ്ണ തേക്കണം, മീശയൊക്കെ എന്ത് ചെയ്യണം, വെട്ടണം. മീശ ഈ പിന്നെ ചുണ്ടിൻ്റെ അവിടേക്ക് താന്നിക്കണമെങ്കിൽ അതൊക്കെ വെട്ടണം. ചില ആളുകൾക്ക് പിന്നെ ഈ ചുണ്ടിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ മുസമ്പിയൊക്കെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിപ്പൻ്റെ ആവശ്യമില്ല. മുസമ്പി ജ്യൂസ് അടിച്ചാൽ പിന്നെ അരിപ്പൻ്റെ ആവശ്യമില്ല. പെണ്ണുങ്ങളോട് പറഞ്ഞു എൻ്റെ മീശ തന്നെ അതിനൊക്കെ സംവിധാനം ഉണ്ട്, എൻ്റെ അരിപ്പൻ്റെ ഒന്നും ആവശ്യമില്ല. ജ്യൂസാണ് കുടിച്ചുമ്പോൾ മൂപ്പരല്ലെന്നാണ്. ഇപ്പം ആരും തപ്പണ്ട, എല്ലാവരും അടങ്ങിയോടെ കുത്തണം, രണ്ട് കൈയും താത്തിയിട്ട്. എല്ലാവരും ഇന്ന് പോയിട്ട് കണ്ണാടി നോക്കുക. ആദ്യം നിങ്ങളിന്ന് കേൾക്കേണ്ട കാര്യങ്ങൾ 26ാമത്തെ സ്വലാത്ത് വാർഷികത്തിൽ പറയണേ. ഇന്ന് ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് ബാത്റൂം നോക്കി, നിങ്ങളെ ബെഡ്ഷീറ്റ് അന്ന് അലക്കിയത് അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ തോർത്തുമുണ്ടുണ്ട്, അതിങ്ങനെ ബലം പിടിച്ചിങ്ങനെ നിൽക്കണതാണ്. എന്താ കൈകായിട്ട് ചെലവിലും തോർത്തുണ്ട് അങ്ങനെ തന്നെയാണ്. അല്ല, തോർത്തുണ്ടുമ്പോ ചളി പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയാണ്. ഇത്ര വൃത്തിയില്ലാത്തൊരു ജന്തുക്കളായി മാറിയ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വൃത്തിക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. നമുക്ക് എന്തൊക്കെ വേണം? നമ്മൾ മൂത്രമൊഴിച്ചാൽ കുടഞ്ഞു നീച്ചു കൊണ്ടുപോ? ഇല്ല. മൂത്രമൊഴിച്ചാൽ കഴുകണം. വെള്ളം കിട്ടാത്ത ഒരു സ്ഥലമാണെങ്കിൽ നല്ല കട്ട കൊണ്ട് മണ്ണ് കൊണ്ട് വെള്ളം വലിച്ചെടുക്കുന്ന ആ ഒരു മണ്ണ് കൊണ്ട് ആ ഒരു മൂത്രത്തിൻ്റെ ആ ഇത് ഒഴിവാക്കണം. ചെറിയ കുട്ടികൾക്ക് ചേലാകർമ്മം ചെയ്യുന്നുണ്ട് അല്ലേ, സുന്നത്ത് കർമ്മം ചെയ്യുന്നുണ്ട്. ഇന്ന് ഡോക്ടർമാർ ചില കുട്ടികൾക്ക് മൂത്രത്തിന് പഴുപ്പ് വരുമ്പോ ഡോക്ടർമാര് ചികിത്സിക്കുന്നത് എന്താ? ചേലാകർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. അത് മുസ്ലിമാണോ നോക്കിയിട്ടല്ല, മൂത്രത്തിന് പഴുപ്പ് വരുമ്പോ. കാരണം ആ തലഭാഗത്ത് മൂത്രം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അത് ഫുള്ള് പോകുന്നില്ല കഴുകിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അവിടെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ മൂത്രത്തിന് പഴുപ്പ് വരുമ്പോൾ അത് കഷ്ടിച്ച് നല്ല വൃത്തിയാക്കണം. അത് രോഗത്തിന് ചികിത്സയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നും ഞമ്മക്കാവൂലല്ലോ. നമുക്കിതൊന്നും ആവൂല. നമ്മളെപ്പോഴും അതൊക്കെ ചെയ്യല്. നമ്മളെന്താ ചെയ്യുക? നമുക്ക് വല്ല അപകടം സംഭവിക്കണം, അപ്പോഴേ നമ്മൾ പറയുള്ളൂ. ഇപ്പോൾ ഒരാളോട് വീടി വലിച്ചെടുത്തെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പറഞ്ഞാലും, പള്ളിയിലെ ഇമാം പറഞ്ഞാലും നമ്മൾ വലിച്ചു. അറ്റാക്ക് വന്ന് ഡോക്ടർ പറയാം, ഇനി വലിച്ചാൽ എനിക്ക് 41 ദിവസം ജീവിക്കാം, 42ാമത്തെ മരിക്കും. അപ്പം നിർത്തി. കള്ള് കുടിക്കരുത് പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ഒരു ഡോക്ടർ പറയണം, മരിക്കാൻ്റെ കിഡ്നി മൊത്തം പോയിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ട്. അപ്പം നമ്മൾ നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നമൽ ഖംറു വൽ മൈസ്റു റിസ്ഖുൻ മിൻ അമലി ശൈത്താൻ, കള്ളും ചൂതാട്ടവും ഒക്കെ ശൈത്താന്റെ അമലിൽപ്പെട്ടതാണ്. അത് ചെയ്യരുത്. MDM ഓല ഉണ്ട് ഇപ്പോ. ഇതൊക്കെ നമ്മളെ മക്കള് അത് ഉള്ളോടത്തേക്ക് നമ്മൾ പോകരുത്. അങ്ങനത്തെ ഒരു ചങ്ങാതിയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ പോകരുത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട്. രാത്രി 8:30 മണിയായാൽ 9 മണിയായാൽ പൊരയിലെത്തണം. നേരത്തെ കിടന്നുറങ്ങണം, രാവിലെ എണീക്കണം. ഇതിനൊക്കെ ബോധമുള്ള മക്കളായി തീരണം. അതുകൊണ്ട് വൃത്തിയില്ലാത്ത വീടുകളാവരുത്. റെഡിയല്ല എല്ലാവരും? എല്ലാവരും ഇന്ന് പോയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട അമലതാ ആ ചെരുപ്പ് നോക്കുക. സുബ്ഹാനല്ലാഹ്, അക്കെടുത്ത് വലിച്ചെറി, എന്നിട്ട് പുതിയ ചെരുപ്പ്. അപ്പൊ എത്ര കാരണം പറഞ്ഞാണ് കസറത്തുന്നവും. അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിച്ച് ഉറങ്ങാൻ എപ്പോഴും ഉറങ്ങാൻ ചിലർക്ക് പണി. നിങ്ങളങ്ങനെ ഉറങ്ങലുണ്ടോ? ഇന്നാളിൻ്റെ ഇപ്പോൾ ഒരു കാക്ക ബഗ്ദാദിക്ക് പോയി. അയാൾ എന്നോട് പറഞ്ഞു, ഷാദുൽ ഇമാമിൻ്റെ അടുത്ത് പോയപ്പോൾ ഉസ്താദ് എനിക്ക് പണിയൊന്നുമില്ല, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെ പണി വെച്ചു? പണിയൊന്നുമില്ല, ഞാൻ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാൽ സൂര്യ ഉദിക്കണ വരെ ഞാൻ ഇരിക്കും. സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങും. നല്ല മനുഷ്യനാണ്. സൂര്യ ഉദിക്കണതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങും. ഉറങ്ങിയിട്ട് പിന്നെ 9 മണി വരെ ഉറങ്ങും. എന്നിട്ടോ 9 മണിക്ക് നീച്ചിട്ട് ഞാൻ നാസ്താക്കും. പിന്നെ ഞാൻ പിന്നെ ഉറങ്ങും ഉസ്താദാണ്. പിന്നെ ഉച്ചവരെ ഉറങ്ങുകയാണ്. ഉച്ചവരെ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ചക്ക് മൂപ്പര് കുളിച്ച് വൃത്തിയായി ലോഹറൊക്കെ നിസ്കരിച്ചിട്ട് ചോറൊക്കെ തിന്നിട്ട് പിന്നെ മൂപ്പര് പെണ്ണുങ്ങളെ കൂടിയിട്ട് സംയുക്തമായിട്ട് ഉറങ്ങുന്നതാണ്. റെഡി. അസറിന്റെ ശേഷം മൂപ്പര് ഉറങ്ങൂലാണ്, കാരണം ഭ്രാന്തനാവും.
മഗ്‌രിബിന്റെ ശേഷം മൂപ്പര് ഉറങ്ങൂല. സുഖമില്ലാത്ത ആളുകൾ അന്നേരമൊക്കെ ഉറങ്ങല്. ആ നല്ല മനുഷ്യനാണ്, മോശപ്പെട്ട ആളല്ല. ഇശ കഴിഞ്ഞാൽ ഹദ്ദാദൊക്കെ ചൊല്ലി 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച് ചോറ് തിന്നാണ്ട് പിന്നെ ഉറങ്ങുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരുമോ ചോദിച്ചു. ഉറങ്ങാതെ ഞാൻ വേഗം ഉറങ്ങും സാറേ. അപ്പം ഞാൻ അങ്ങനെ മനസ്സിലാക്കി, ഞാൻ ആർക്കെങ്കിലൊക്കെ ഈ ഉറക്കുളി കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഇജാസത്ത് വാങ്ങിയാൽ മതി. ചില ഉസ്താദ്മാർക്ക് നല്ല ഉറങ്ങാൻ കഴിയും, നിങ്ങളല്ല. ഞാൻ കുറവാണ്. അള്ളാൻ്റെ ഒപ്പമുണ്ടൊരു മൂല്യര് ഇവരോടെ പോയോ ഉറങ്ങാൻ പോയോ എപ്പോഴും ഉറങ്ങും. ഭയങ്കര കഴിവ് ഉറങ്ങാനുള്ള. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എപ്പോഴും ഉറങ്ങും. അങ്ങനെ മൂപ്പർക്കുള്ള ടെൻഷൻ പിന്നെന്താ, എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു കട ഉണ്ടായിരുന്നു ഒരു വയനാട് ഭാഗത്ത്, അത് നടത്താൻ കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ബദർമൗലൂദ് നിർച്ചയാക്കിക്കോളി. അങ്ങനെ ബദർമൗലൂദ് നിർച്ചയാക്കി. അങ്ങനെ ആ കട നടത്താൻ കൊടുത്ത് 2 ലക്ഷം റുപ്യക്ക്. അപ്പോൾ മൂപ്പരിനോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ ആ കട നടത്താൻ കൊടുത്തു, ഇനിയിപ്പോൾ ഞാൻ എന്താ കാട്ടു വെച്ചു. മൂപ്പർക്ക് ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ പറഞ്ഞു, ഉറങ്ങന്നെ, ഞാൻ അതിനെ പറ്റി ആലോചിക്കണ്ടല്ലോ. ആകണ്ടായതിന് ടെൻഷൻ അതാ. അപ്പോൾ ഉറങ്ങാൻ. അപ്പം കസുറത്തിനും അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ കുറേ കാരണം പറഞ്ഞു. രാത്രി ചൂലെടുത്ത് അടിച്ചു വരുന്ന വീടുകൾ, രാത്രി ചൂലെടുത്തിട്ട് അടിച്ചു വരാം. ചൂലാണെന്നല്ല, ഏതാ അടുക്കും ചൂലെന്നല്ല ഇവിടെ പറയല്. അടിച്ചു തരാൻ പാടില്ല. അടിച്ചു തരാ ദാരിദ്ര്യം ഉണ്ടാവും. എന്നാലോ കിച്ചൺ വൃത്തിയാക്കട്ടോ. കിച്ചൺ വൃത്തിയാക്കുക, വൃത്തികേടായ സംഗതികളൊക്കെ ഉണ്ട്, അതൊക്കെ അതിന് അടിച്ചു തന്നെ കുഴപ്പമില്ല. അല്ലാതെ രാവിലെ 8 മണിക്കുണ്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് മൊത്തം ഒരു അടിച്ചു തരലൊരു സിലബസ്. ആകമൊക്കെ അടിച്ചേരി, പുറത്തൊക്കെ അടിച്ചേരി, ചെടിക്കൊക്കെ ഒന്ന് കളപറിച്ച് ആ അടിച്ചു തരല, അത് രാത്രി അടിച്ചു തരാൻ പാടില്ല. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ടൗണിലേക്ക് ആദ്യം എത്തുന്ന ഒരാൾ ആദ്യം ടൗണിലേക്ക് എത്തും, ഓനും ദാരിദ്ര്യം ഉണ്ടാവും. ഫസ്റ്റ് ഓനത്ത് എല്ലാ പള്ളിയുടെ മുമ്പിലുണ്ടാവും ഒരു പെട്ടിപ്പീടിയ. അവിടെ നല്ല ചായ ഉണ്ടാവും, കറി ഇല്ലാത്ത പുട്ടും ഉണ്ടാവും. അതിങ്ങനെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഇവിടെ അല്ലേ ഉണ്ട്. അങ്ങനെ അവിടെ എത്തുവന്. ഓനെന്ത് ചെയ്യൂല, പള്ളിയേക്കൊന്നും കയറൂല. അതൊന്നും. അപ്പം ആദ്യം ആരാ പീടികത്തിന്? ടൗണിൽ നിന്ന് അവസാനം പോകുന്ന ഒരാൾ, അവനും ദാരിദ്ര്യമുണ്ടാവും. അവസാനം ടൗണിൽ നിന്ന് വരുന്ന ഒരാൾ, നമ്മളെ വയലുകാരുള്ള സ്ഥലത്തെത്തിയോ ഇതിലേ നോക്കി, ഞാൻ ഇപ്പം നിർത്തും. ഇപ്പോൾ പറഞ്ഞൊന്നും വയലല്ലോ, ഞാൻ നാട്ടിർത്താനാ പറയണം. ഇച്ച് പാട്ട് പാടാനൊന്നും അറിയില്ല, എനിക്ക് പാട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടു. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള വേല ഞാൻ ഈ പറയണേ. ദിവസം വേണമെങ്കിൽ കേട്ടാൽ മതി. അപ്പോൾ ടൗണിലേക്ക് അവസാനം എത്തുന്ന, ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ഓനും ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമ്മൾ രാത്രിയൊക്കെ പിന്നെ നമുക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഷെയ്ഖ് മൂപ്പരാണല്ലോ, മൂപ്പരിട്ടിടാൻ പോവുക. ചിലപ്പോൾ ചില സ്ഥലത്ത് നിന്ന് നമുക്ക് ഇസ്കാല് വരുമ്പോൾ ഈ റോഡ് സൈഡിലുണ്ടാവും വാട്സപ്പുമ്പോൾ കളിച്ചു തിരിക്കും കുറച്ച് കുട്ടികൾ, ചക്കന്മാർ. ഓലോടെ നമ്മൾ ചോദിക്കുക, ഓലില്ലെങ്കിൽ നമ്മളെ കാര്യമാണ്. കാരണം ഓല് ഉറങ്ങാൻ പോകില്ല. ലേസ പെപ്സി കുടിച്ചിക്കണമെങ്കിലോ ഒരു മുത്തനൂർക്ക് ഉണ്ടാക്കി തരും. പക്ഷെ ലേസ പെപ്സി കുടിച്ചാൽ, ലേസ പെപ്സി കുടിച്ചാൽ ഓല് കൊണ്ടാക്കി തരും. കാരണം ഓർക്ക് ഫുള്ളില്ലല്ലോ, ഫുള്ളിലോ അല്ലെ പെരയ്ക്ക് പോവുക. അപ്പം സത്യോ അങ്ങനെ ഓലില്ലെങ്കിൽ നമ്മൾ നാട്ടുകാർ എത്തൂല. നിങ്ങളിപ്പോൾ പരിപാടിക്ക് എത്തോളം നിങ്ങൾ വിളിച്ചു നോക്കിനി, തങ്ങളാപ്പം അവിടെ എത്തി, തങ്ങളാപ്പം അവിടെ എത്തി. ഇനി തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആരെയും വിളിച്ചാലുണ്ടോ? നിങ്ങൾ എവിടെ എത്തി? കരിയിലെത്തിയോ? എവിടെ? ഇനി അടുത്ത 27ാമത്തെ സ്വലാത്ത് വാർഷികത്തിന് നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചു. അപ്പോൾ അവർക്കും ദാരിദ്ര്യം ഉണ്ടാവും. ഭക്ഷണം കഴിച്ച നമ്മളെ മേശ ഉണ്ടല്ലോ, ആ മേശമ ചിലപ്പം വേസ്റ്റ് ചോറുകളൊക്കെ ഉണ്ടാവും.
വേസ്റ്റുകൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഡൈനിങ് ടേബിളും ഉണ്ടാവും വേസ്റ്റ് ചോറുകളൊക്കെ. അത് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? തട്ടും, ഇല്ലെങ്കിൽ കത്തിക്കും. പ്രത്യേകമായിട്ട് നമ്മളെ പരിയിൽ വല്ല സൽക്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളതൊക്കെ കീസിലാക്കും അല്ലേ? ഒക്കെ കീസിലാക്കി വെച്ചിട്ട് ഒരു നായ്ക്കും കിട്ടൂല, ഒരു പൂച്ചക്കും കിട്ടൂല, ആർക്കും കിട്ടൂല. ആ കോലത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അത്തരക്കാരാകുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും. നമ്മളൊരു വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാൽ, അല്ലെങ്കിൽ രാവിലെ കഞ്ഞി വെച്ചാൽ, ചോറ് വെച്ചാൽ അതിന് വേസ്റ്റ് ആർക്കുള്ളതാണ്? പൂച്ചകൾക്കുണ്ട്, കോഴികൾക്കുണ്ട്, കാക്കകൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് നശിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരാകുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 18 കാരണങ്ങളുണ്ട്. ഇനി ഞാൻ പറയണില്ല, ഞാൻ നിർത്തുക. അപ്പൊ അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് അവിടുത്തെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ചര്യയാണ് ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെ. ഇത് നിങ്ങൾ അൽഹംദുലില്ലാ നിങ്ങളെ വീട്ടിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അൽഹംദുലില്ലാ ഈ കൊല്ലത്തെ സ്വലാത്ത് വാർഷികം മുതലായി. അടുത്ത കൊല്ലമാകുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല പൈസയും കൂടും. ഞാൻ ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല സംഭാവനയും തരാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നന്നായി ജീവിക്കുക. റമദാനാ വരുന്നത്. മൂലമാര് ദ്വാരക്കുമ്പോൾ റജബിലും ഷഅബാനിലും ബറക്കത്ത് ചെയ്യണമേ എന്നിങ്ങനെ ദ്വാരക്കും. റജബിലും ഷഅബാനിലും ബറക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഒന്നാണ്, റജബിലും ഷഅബാനിലും നമ്മൾ നന്നാവണം. ഭാര്യനോട് പൊരുത്തപ്പെടിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഇവിടെ 50 കൊല്ലമായിട്ട് പെണ്ണെട്ടിയോലുണ്ട്, 40 കൊല്ലമായിട്ട് പെണ്ണെട്ടിയോലുണ്ട്, 30 കൊല്ലമായിട്ട് പെണ്ണെട്ടിയോലുണ്ട്. നിങ്ങൾ എത്ര കൊല്ലമായി പെണ്ണെട്ടി? 25 8 കൊല്ലമായിട്ട്. നിങ്ങൾ പുതിയ പുയാപ്പിള, നിങ്ങൾ വേഗം പോയിക്കോളെ, കജാ നിൽക്കണ്ട. അങ്ങനെ സുബ്ഹാനല്ലാഹ് 40 കൊല്ലം ആയിട്ട് പെണ്ണെട്ടിയ ആളുകൾ. നിങ്ങൾ എത്ര കല്യാണം കഴിച്ചിട്ട്? 40 കൊല്ലമായില്ലേ? അയക്കണ്, അതിലേറെ ആയില്ലേ? അയക്കണ്. ജീവിതത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഒരൊറ്റ കൂടി പൊരുത്ത. അങ്ങാടിയത്തെ ആളുകളോടൊക്കെ പൊരുത്തപ്പെടിച്ചും, അയൽവാസികളോടൊക്കെ പൊരുത്തപ്പെടിച്ചും. ഹജ്ജിന് പോകുമ്പോൾ വരെ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കൂല. ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളോട് എങ്ങനെ പറയാം? നാട്ടുകാരൊക്കെ വിളിച്ച് കൊയ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലൊക്കെ പൊരുത്തപ്പെടും. എവിടെ പൊരുത്തപ്പെടണം? ആ കൊയ്മന്തിയിൽ പോയി കിട്ടുന്നല്ലാത്ത അയിമലൊന്നും പൊരുത്തപ്പെടൂല. നിങ്ങൾ 6.5 ലക്ഷം റുപ്യ വടിയാവും. ഹജ്ജിനോട് 6.5 ലക്ഷം വടിയാവും. പൊരുത്തപ്പെടിക്കലൊക്കെ നല്ല പൊരുത്തപ്പെടിക്കണം. അല്ലാ അപ്പൊ പൊരുത്തപ്പെടിക്കുക എല്ലാവരോടും. അപ്പൊ ഹജ്ജിനോമ നമ്മളെങ്ങനെ പൊരുത്തപ്പെടിക്കുക? 10 മോജ് ബേജാറാണ്ട് 4 പീസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും. പഞ്ചസാരയും മുളകും മല്ലിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു 4 പീസത്തിന്. ഇനി എനിക്ക് മീനും ഇറച്ചിപ്പോൾ കൊണ്ടുവന്നേക്കാൻ പോലെ ഗുഡ്സാരം വരുമ്പോൾ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ മനസ്സിൽ നിങ്ങൾ ഇനി 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും പരാതിയില്ല, കാരണം അതുപോലെ സുഖം കിട്ടുമല്ലോ. നിങ്ങൾ 40 ദിവസമല്ല 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല, കാരണം അതുവരെ സമാധാനം കിട്ടുമല്ലോ. ഇപ്പം നിങ്ങളെ പെണ്ണുങ്ങളിപ്പം നിങ്ങളെ പറ്റി പറയുമല്ലേ? ഇപ്പം നിലവിൽ നിങ്ങളെ പെണ്ണുങ്ങൾ പറയുമല്ലേ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഭാര്യമാരോട് പൊരുത്തപ്പെടിക്കണം, ഭാര്യ ഭർത്താക്കന്മാരോട് പൊരുത്തപ്പെടിക്കണം. അങ്ങനെ പരസ്പരം നന്നാവണം. ഒരു പ്ലേറ്റിൽ നിന്ന് 2 പേരും ഭക്ഷണം കഴിക്കണം. ഭാര്യയും ഭർത്താവ് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പോയ സദസ്സിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത്? 70 വയസ്സാകുന്ന ഒരു ഉപ്പ കൈപ്പൊക്കി. 70 വയസ്സാകുന്ന ഒരു ഉപ്പണ് കൈപ്പൊക്കിയാണ്. ഞാനും എൻ്റെ പെണ്ണുങ്ങളും ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ. കഴിഞ്ഞ ഹജ്ജിൽ ഒരു ഉപ്പിയമ്മയും പോന്നി. അങ്ങനെ 2 ആളും കൂടി ഒരു ഐസ്ക്രീം കഴിക്കണം. ഒരു ഐസ്ക്രീം. എന്നിട്ട് 2 ആളും മറിഞ്ഞു കുത്തറിന് 80 വയസ്സാകുന്ന ഈ തന്തിയും തള്ളി ഇരുമങ്ങനെ ഇമ്പി കൂടുക. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഞങ്ങളത് കണ്ടിങ്ങനെ നിന്നു. ഓല ജീവിതം കണ്ടപ്പോൾ
ഈ പ്രായമായ ആളുകളൊക്കെ താമരശ്ശേരി ചുരത്തുമ്പോൾ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക, സെൽഫി, എന്നിട്ട് മക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളൊക്കെ ഉള്ള നേരം എന്തായിക്കോളി മേപ്പെട്ടൊക്കെ ഇന്നോളി. അപ്പം അതുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാം. അല്ലാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ.